ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിൽ വേരൂന്നീരായി വളർന്ന് ദൈവനാമം ഓർത്തതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യ രാജ്യത്തിന് അവകാശികളായി തീരണം. കർത്താവിന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിനും ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അതിനാണ് പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ആ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു, തന്റെ ദൗത്യം ശ്രേഷ്ഠമായി നിർവഹിച്ചു. അതിന്റെ തുടർച്ചയെന്നോണം നാം ഇങ്ങനെ നമ്മുടെ ദൈവാലയങ്ങൾ മാത്രമല്ല, മുക്കിലും മൂലയിലും റബ്ബർത്തോട്ടത്തിലും കപ്പക്കാലയിലും ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഈ രക്ഷയുടെ ദൂത് അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ദൂത് അറിയിക്കുവാൻ ഒരു വലിയ ചുമതല എനിക്കും നിങ്ങൾക്കും വലിയവനായ ദൈവം തന്നിരിക്കുക. പാട്ടുകാർ നിങ്ങളൊരു പാട്ട് പാടുന്നുണ്ട് നമ്മുടെ ഭാഗ്യാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദിനമെനിക്കവൻ നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയാതൽ പാടും ഞാൻ പരമേശനു സതതം. അപ്പോൾ ദൈവദൂതന്മാർക്ക് ലഭ്യമല്ലാത്ത രക്ഷയുടെ ദൂത് ലോകത്തറിയിപ്പാനുള്ള ഭാഗ്യകരമായ ഒരു അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. അതിൽ ഞാനും നിങ്ങളും പങ്കാളികളാകുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ഈ വചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 1-ാം അധ്യായം 3-ാം വാക്യം. അപ്രകാരം ആ ഒരു വലിയ ദൈവിക ദൗത്യത്തിൽ ഞാനും നിങ്ങളും പങ്കാളിയായിരിക്കുന്നു എന്നുള്ള വലിയ അഭിമാനത്തോടെ ഈ ദിനങ്ങളിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മളെ ഒരുക്കട്ടെ.